എല്ലാവർക്കും നമസ്കാരം. റിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ MG യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട്, കോട്ടയത്തുള്ള സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് 5 year ഇന്റഗ്രേറ്റഡ് BBA LLB, സോ BBA LLB ഓണേഴ്സ് ഡിഗ്രി ആണ്. അതിലോട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം, എന്തായാലും അപ്ലൈ ചെയ്യണം. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഇതിലോട്ടുള്ള സീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് 50 സീറ്റ്സ് ആണ് ഉള്ളത്. 50 സീറ്റ്സ് ബിഫോർ BBA LLB ഓണേഴ്സ് ഡിഗ്രി, റൈറ്റ്. ആൻഡ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡേറ്റ്സ് എന്ന് പറയുന്നത് 4 January ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്യുക, 13 January മിഡ്നൈറ്റ് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക, ആരും വൈകിപ്പിക്കരുത്. ആൻഡ് എക്സാമിനേഷൻ ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടില്ല, വിൽ ബി ഡിക്ലെയർഡ് ലേറ്റർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ എക്സാമിനേഷൻ ഡേറ്റ് സാധാരണ രീതിയിൽ May and Juneലാണ് വരാറുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cat.mgu.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ആൻഡ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ക്വാളിഫൈങ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് +2 ആണ്. സോ +2 നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 45% മാർക്സ് വേണം, OBC കാറ്റഗറിയിലാണെങ്കിൽ 42% മിനിമം മാർക്സ് വേണം, ആൻഡ് SC/ST PWD കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 40% മാർക്സ് മതി. ഇവിടെ ഒരു അപ്പർ ഏജ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. ജനറലിന് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 years ആയിരിക്കണം. ഈ വർഷം ജൂലൈ ആവുമ്പോഴേക്കും നിങ്ങളുടെ വയസ്സ് എന്ന് പറയുന്നത് 20 വയസ്സിന് താഴെ ആയിരിക്കണം, ബിലോ 20 years ആയിരിക്കണം. അതേപോലെ OBC SC/ST PWD കാറ്റഗറി ആണെങ്കിൽ വയസ്സ് 21 yearsന്റെ താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സാം പാറ്റേൺ അടുത്ത് നോട്ടിഫിക്കേഷൻ്റെ അകത്ത് അധികം ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മാർക്സ് പറഞ്ഞിരിക്കുന്നത് 100 മാർക്കാണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് വരിക. ആൻഡ് ഡ്യൂറേഷൻ 1 hour 30 minutes ആണ്, ഏകദേശം 90 minutes ആണ് ഉണ്ടാവുക. സോ അതനുസരിച്ച് നമുക്ക് ഏകദേശം പറയാൻ പറ്റും ഒരു 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് 4 ടോപ്പിക്സ് നിന്നാണ് വരുന്നത്. ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ആൻഡ് ലോജിക്കൽ റീസണിംഗ് ഉണ്ട്. ആൻഡ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC ആണെങ്കിൽ 1200 ആണ്, ആൻഡ് SC/ST കാറ്റഗറിയിലാണെങ്കിൽ 600 rupees ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു എക്സാം എഴുതാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ എഴുതുക. ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക, 13 January ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ ആരും വെക്കണ്ട, പെട്ടെന്ന് തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വളരെയധികം നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഈ റിറ്റ്സ് ഗൈഡ് ടു ക്ലീ 2025 എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈവൻ നമ്മൾ ക്ലീ എന്നാണ് പേരാണെങ്കിൽ പോലും ഈ ഒരു ബുക്ക് വളരെ കോംപ്രിഹെൻസീവ്ലി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പല പല ടോപ്പിക്സിന് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ലോക്കൽ ബുക്ക് സ്റ്റോഴ്സിലും ഇത് അവൈലബിൾ ആണ്. അപ്പം താല്പര്യമുള്ളവർ എന്തായാലും പർച്ചേസ് ചെയ്യുക. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് റിറ്റ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.